Hi friends, welcome to Manjusree cooking. ഇന്ന് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് സദ്യ മാങ്ങ അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. ഇത്ര എളുപ്പത്തിൽ ഒരു അച്ചാർ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. അത്ര ഈസി ആയിട്ട് നമുക്ക് ഈ മാങ്ങ അച്ചാർ തയ്യാറാക്കി എടുക്കാം. നിങ്ങൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യൂ. എന്നാലാണ് ഇനി ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഓൺ റെസിപ്പീസ് നിങ്ങൾക്ക് അതേ സമയത്ത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. നല്ല പുളിയുള്ള 3 മാങ്ങ, പിന്നെ വേണ്ടത് മുളക് പൊടി, ഉലുവപ്പൊടി, കായപ്പൊടി, കുറച്ച് കറിവേപ്പില. മാങ്ങയിൽ വെള്ളമൊന്നും ഉണ്ടാകരുത്. വെള്ളമൊക്കെ നന്നായി തുടച്ച് വൃത്തിയാക്കിയ ശേഷം നമുക്ക് ഈ ഞെടുപ്പ് വശം ഒന്ന് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഇത് നന്നായിട്ടിങ്ങനെ പൂളിയെടുക്കണം. ഈ മാങ്ങയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുളിയുള്ള മാങ്ങ തന്നെ നിങ്ങൾ നോക്കി വാങ്ങിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ സദ്യക്ക് കഴിക്കുന്ന മാങ്ങയ്ക്കൊക്കെ നല്ല പുളിയുള്ള മാങ്ങകളാണ്. അപ്പോൾ പുളിയുള്ള മാങ്ങ തന്നെ മസ്റ്റാണ് ഈ സദ്യ മാങ്ങ പിക്കിൾ ഉണ്ടാക്കാനായിട്ട്. എന്നിട്ട് പൂളിയ ശേഷം ഇത് വളരെ തിന്നായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതൊക്കെ ആദ്യം ഒന്ന് പൂളിയെടുക്കട്ടെ. ഇനി ഇത് വളരെ തിന്നായിട്ട് അരിഞ്ഞെടുക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, സദ്യക്ക് നമുക്ക് ഇലയിൽ കിട്ടുന്ന അച്ചാറൊക്കെ വളരെ തിന്നായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതേപോലെ വളരെ തിന്നായിട്ട് അരിഞ്ഞെടുക്കുക. അരിഞ്ഞു കഴിഞ്ഞ ശേഷം നമുക്ക് ഈ മാങ്ങ കഷ്ണങ്ങളൊക്കെ ഒരു വലിയ ബൗളെടുത്ത് അതിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ ഉപ്പ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് മതി. ഇനി ബാക്കി വേണമെന്നുണ്ടെങ്കിൽ കുറവാന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. മിനിമം ഒരു ഹാഫ് അവർ സമയം ഇങ്ങനെ മാങ്ങ ഉപ്പ് പിടിച്ചിരിക്കട്ടെ. അപ്പോൾ ആ സമയത്തിനുള്ളിൽ മാങ്ങ ഒന്ന് സോഫ്റ്റ് ആവും. മാങ്ങയുടെ അകത്തുനിന്ന് വെള്ളമൊക്കെ വരാൻ തുടങ്ങും. ആ ഒരു സമയത്താണ് നമ്മളിതെടുത്തിട്ട് അച്ചാർ ഉണ്ടാക്കുന്നത്. ഹാഫ് അവർ കഴിഞ്ഞപ്പോൾ മാങ്ങയ്ക്ക് അതിന് വെള്ളമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. മാങ്ങ നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം മാങ്ങയിലേക്ക് ഉപ്പൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ നല്ല മുളക് പൊടിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. എരിവൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചും ഒക്കെ ചേർത്ത് കൊടുക്കാം. അച്ചാറാകുമ്പോൾ കുറച്ച് എരിവുള്ളതായിരിക്കും നല്ലത്. വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉലുവപ്പൊടിയും കൂടുതലായിട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന അച്ചാറിന് കയ്പ്പായിരിക്കും. അതുകൊണ്ട് കുറച്ച് ചേർത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അപ്പോൾ സദ്യ മാങ്ങ അച്ചാർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. വളരെ ടേസ്റ്റിയായ ഈ അച്ചാർ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് പറയാം. ഉപ്പോ എരിവോ ഒക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കറക്റ്റ് പാകമാണ്. ഉപ്പും എരിവും ഒക്കെ കറക്റ്റ് പാകത്തിലാണ്. ഇതിപ്പോൾ ഒരുപാട് ദിവസം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല. ഇത് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന സദ്യ അച്ചാറാണ്. കൂടുതൽ നാൾ സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലെണ്ണ നന്നായി ചൂടാക്കിയ ശേഷം തണുപ്പിക്കുക. എന്നിട്ട് അത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് അച്ചാർ തണുത്തതിന് ശേഷം വേണം നമ്മൾ ഗ്ലാസ് ജാറിൽ ഫില്ല് ചെയ്തിട്ട് സൂക്ഷിച്ച് വെക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടുതൽ നാളിത് സൂക്ഷിച്ച് വെക്കാൻ സാധിക്കും. കേടാവുമൊന്നുമില്ല. അപ്പോൾ നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നാളെ വേറൊരു ഓണം റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ ബൈ.